ഹലോ ഓൾ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 6 ലോഗോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇടിവെട്ട് മിന്നൽ തകർപ്പൻ ലോഗോ ആൻഡ് ആദ്യത്തെ പ്രൊമോ കൂടെ റിലീസായിട്ടുണ്ട്. വീടിനെ കുലുക്കി മറിക്കാൻ പ്രാപ്തരായ കണ്ടസ്റ്റൻസ് ആണ് വരാൻ പോകണമെന്നുള്ള ഹിൻ്റാണ് നമുക്ക് ആ പ്രൊമോന്ന് കിട്ടിയത് അല്ലേ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏകദേശം ഉറപ്പായ കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റുമായിട്ടാണ്. ഇത് ഫൈനൽ ലിസ്റ്റ് അല്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് ജസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. പക്ഷേ ഏകദേശം ഉറപ്പുള്ള കണ്ടസ്റ്റൻസ് ആണ്. എന്നാൽ നമുക്ക് ലിസ്റ്റിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം പറയാൻ പോണ പേര് ജാസ്മിൻ ജാഫർ. ഞാൻ എൻ്റെ ഫസ്റ്റ് ലിസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ ജാഫർ വളരെ ബോൾഡായിട്ട് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരാളാണ്. അസ്ലാം അർലി ജാസ്മിൻ ജാഫർ ഇഷ്യൂവിൽ നമുക്ക് തന്നെ അറിയാം, എല്ലാ കാര്യത്തിനും വളരെ ബോൾഡായിട്ട് പ്രതികരിക്കാൻ കഴിവുള്ള ഒരാളാണ് ജാസ്മിൻ ജാഫർ. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ജാസ്മിൻ ജാഫർ. സോ ജാസ്മിൻ ജാഫറാണ് ഇന്ന് നമ്മുടെ ലിസ്റ്റിലും ഫസ്റ്റ് പേര്. അടുത്തതായി സീക്രട്ട് ഏജന്റ്. സീക്രട്ട് ഏജന്റിന്റെ പേര് നമ്മൾ കഴിഞ്ഞ സീസൺ തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സീക്രട്ട് ഏജന്റ് ഇപ്രാവശ്യം ഏകദേശം 90% ഉറപ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സീക്രട്ട് ഏജന്റ് അറിയാലോ, എല്ലാ കാര്യത്തിലും നല്ല വ്യക്തതയോടെ സംസാരിക്കുന്ന ആളാണ് സീക്രട്ട് ഏജന്റ്. പിന്നെ എന്തെങ്കിലും വഴക്ക് വന്നാലും ഒട്ടും വിട്ടുകൊടുക്കാത്ത ആളാണ്. അത് നമുക്ക് ഉണ്ണിപ്പുകുന്നൊരു ഇഷ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. സോ സീക്രട്ട് ഏജന്റും ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായി ഷാലു പേയാട്. ഷാലു പേയാടിന് കോൾ പോയിട്ടുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കൊരു 90% ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു ഷാലു പേയാട് ഉണ്ടാവാൻ ചാൻസസ് കുറവാണെന്ന്. പക്ഷേ ഞാൻ ഇപ്പോഴും ശക്തമായി വിശ്വസിക്കുന്നു ഷാലു പേയാട് ഉണ്ടാവും ഈ സീസണിൽ നിന്ന്. നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ ഹണി റോസിൻ്റെ പേര് ഞാൻ എവിടെയൊക്കെ കേട്ടു. ഹണി റോസിന് കോൾ പോയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എനിക്കറിയില്ല ഇനി വല്ല ചേഞ്ചസും ഉണ്ടാവുമോ എന്ന്. പക്ഷേ എൻ്റെ അറിവിൽ ഹണി റോസ് ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. അടുത്തതായി ഞാൻ പറയാൻ പോണ പേരാണ് നിവേദ് ആൻ്റണി. ഷീസ് എസ് ട്രാൻസ്ജെൻഡർ വുമൺ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലായിരിക്കും പുള്ളിക്കാരിയെ കൺസിഡർ ചെയ്യുക. നിവേദ് ആൻ്റണി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, വളരെ ശക്തമായിട്ടും ഓപ്പണായിട്ടും സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ള പേരാണ് അമല ഷാജി. കഴിഞ്ഞ സീസൺ തൊട്ടിട്ട് തന്നെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണ് അമല ഷാജി. നമ്മൾ കഴിഞ്ഞ സീസണിൽ ഏകദേശം ഉറപ്പിച്ച ഒരാളായിരുന്നു അമല ഷാജി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ സീസണിൽ അമല ഷാജി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സീസണിൽ അമല ഷാജി ഉണ്ടാവാൻ വളരെ വളരെ ചാൻസസ് കൂടുതലാണ്. സോ അമല ഷാജി ഫാൻസ് അസംബിൾ ഹിയർ. നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിലുള്ള ആളാണ് ശ്രീലക്ഷ്മി അറക്കൽ. ശ്രീലക്ഷ്മി അറക്കലും ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരാളാണ്. ശ്രീലക്ഷ്മി അറക്കലിൻ്റെ പേര് നമ്മൾ ഒരുവിധം എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നു. സോ ശ്രീലക്ഷ്മി അറക്കലിനെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ലിസ്റ്റിലെ അവസാനത്തെ പേരാണ് തൊപ്പി. തൊപ്പി ഇത്തവണ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ എവിടേക്കോ കേട്ടു തൊപ്പി മാത്രമല്ല തൊപ്പിയുടെ ഫിയാൻസി കൂടെ ഉണ്ടാവുന്നു. പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ഉറപ്പില്ല. പക്ഷേ തൊപ്പിക്ക് കോൾ പോയിട്ടുണ്ട്, തൊപ്പി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ തൊപ്പിയെ കൂടി ഇത്തവണ പ്രതീക്ഷിക്കാം. എല്ലാം നല്ല ഇടിവെട്ട് കണ്ടസ്റ്റൻസ് അല്ലേ. ഇവരെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് എങ്ങനെ ഉണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം ബിഗ് ബോസ് മലയാളം സീസൺ 6 അതുവരെയ്ക്കും ബൈ ബൈ.